ഓക്കെ ഗൈസ്, അങ്ങനെ മെയ്സിൻ്റെ സക്സസ് പാർട്ടി ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ ക്ലാസിക് സരോവർ പോർട്ടിക്കോയിൽ നമ്മൾ വന്നേക്കാണ്. ജിഷ്ണു ഉണ്ട്, അമൃത മിസ് ഉണ്ട്, ഗ്രിഫിക്സ് ഉണ്ട്, മണികണ്ഠൻ ചേട്ടനുണ്ട്, പിന്നെ വിഷ്ണു ഉണ്ട്, പാർവതി ഉണ്ട്, വർഷയുണ്ട്, ഋഷി ചേച്ചിയുണ്ട്, പിന്നെ നമ്മുടെ ജസീമുണ്ട്. ചേച്ചി, നമ്മുടെ മെയ്സിന്റെ സക്സസ് പാർട്ടിയാണല്ലോ, മെയ്സിനെ കുറിച്ച് എന്താ പറയാനുള്ള ചേച്ചിക്ക്? മെയ്സ് ഇത്രയും കാലമായിട്ട് നമ്മൾ മെയ്സ് നടത്തിയതിനു ശേഷം ആദ്യമായിട്ടാണ് നല്ല വൈബിനുള്ള ഇതും വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മെയ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. എല്ലാ വർഷവും കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ വട്ടം ഭയങ്കര പൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഞാൻ തിരിച്ചു വന്നോണ്ടാണത്. അതെ, അതൊരു കാര്യമാണ്. ജീവനുള്ളത് വളരെ വളരെ കാര്യമായിരുന്നു. നമ്മൾ അടിച്ചു പൊളിച്ചാണ് പോയത്. വർഷ മെയ്സിന് വന്ന് വർഷയ്ക്ക് പറയാനുള്ള ജീവിതത്തിൽ കണ്ടിട്ടില്ല. നല്ല പരിപാടിയായിരുന്നു ഈ വർഷം. എല്ലാവരും നന്നായിട്ട് ചെയ്തു. അതിന്റെ സക്സസ് പാർട്ടിയാണ് നമ്മൾ ആഘോഷിക്കാൻ പോണത്. നമ്മൾ ഫുഡ് കഴിച്ചൊന്ന് വയർ നിറയ്ക്കും, എന്നിട്ട് വീട്ടിൽ പോകും. അടുത്ത് ഇവിടെ വിഷ്ണു ഉണ്ട്. വിഷ്ണുവിന്റെ ആദ്യത്തെ മെയ്സാണ്. വിഷ്ണുവിന്റെ ആദ്യത്തെ മെയ്സാണ്. വിഷ്ണു എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ മെയ്സിന്റെ എഡിറ്റിംഗ് ഒക്കെ? അടിപൊളിയായിരുന്നു. കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. ആണോ? ഇല്ല, അവ എഡിറ്റ് ചെയ്തില്ലേ? ഞാൻ ഫൈനലിന് CET-ലുണ്ടായിരുന്നു. കൊള്ളായിരുന്നു, നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ക്ലാസിക് സരോവർ പോർട്ടിക്കോ ഇങ്ങനെ കണ്ടു. അഖിൽ സാറിന് ലാപ്പിന്റെ ചാർജർ കാണാനില്ല, അത് തപ്പി പോയത്. പെട്ടെന്ന് കാരണം നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. 5 ഇല്ലാതെ മെയ്സ് ഇല്ല, നമ്മൾ വീട്ടിൽ പോകും. അഞ്ചു, നിനക്ക് മാത്രമേ തുടക്കത്തിന്റെ ഒരു 4 വരി അറിയാവൂ, അതുകൊണ്ടാണ് നിന്നെ കാത്തിരിക്കുന്നത്. നീ 4 വരി പറയുന്നത് നമ്മൾ കഴിക്കുന്നു. ഞാൻ ക്ലാസിക് സരോവർ പോർട്ടിക്കോ കണ്ടു. അതിനകത്ത് കയറിയിട്ട് എന്ത് പറയണോ? നിങ്ങൾ കയറിയിട്ട് സിവിലിയൻസിന് 5 ആണെന്ന് പറഞ്ഞാൽ അപ്പോഴേ ബാത്റൂം പറഞ്ഞു തരും. നീ എവിടെയാ കണ്ടത്? അപ്പോഴേ ബാത്റൂമിലേക്ക് പറഞ്ഞോളൂ. ബാത്റൂമിലേക്ക് പറഞ്ഞു ഇവിടെ. നീ ഇങ്ങ് വാവണ്ട. ശരി, ഞങ്ങൾ വന്നോണ്ടിരിക്കുന്നത്. നമുക്കടുത്ത് വേറൊരാളുണ്ട്. മണികണ്ഠൻ ചേട്ടൻ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ മെയ്സ് അല്ലേ? അതെ. എങ്ങനെ ഉണ്ടായിരുന്നു മെയ്സ് ഇത്തവണ നിങ്ങളുടെ അഭിപ്രായത്തിൽ? നിങ്ങൾ കണ്ടറിഞ്ഞില്ലെങ്കിൽ അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞാണല്ലോ. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, ഫസ്റ്റ് എക്സ്പീരിയൻസ്. അത് തുടക്കത്തിലെ ആ മാൾ ഓഫ് ട്രാവൻകൂർ കണ്ടപ്പോഴൊക്കെ അന്നുണ്ടായിരുന്നു ചേട്ടാ അവിടെ? അത് ഞാൻ ഉണ്ടായിരുന്നു. പിന്നുള്ള മെയ്സിനൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല, ലാസ്റ്റത്തതിൽ മാത്രം. ഓക്കെ, ഓൾമോസ്റ്റ് മേജോറിറ്റി ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ജസീമേ, നമ്മുടെ മെയ്സിനെ കുറിച്ച് എന്തെങ്കിലും 2 വാക്ക്? വളരെ വളരെ നല്ല മെയ്സായിരുന്നു. മതിയോ? വളരെ നല്ലൊരു പരിപാടിയായിരുന്നു. വളരെ നല്ലൊരു പരിപാടിയായിരുന്നു. എല്ലാ ദിവസവും ഈ പരിപാടി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പരിപാടിയാ? നമ്മുടെ തലവർ വന്നിട്ടുണ്ട്. മെയ്സിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? മെയ്സ് അടിപൊളിയായിരുന്നു. ഇവിടുത്തെ 7 മെയ്സ് കണ്ടിട്ടുള്ള ഒരാള്. ഇല്ല, ഇവരെ കുഴപ്പം അത് തന്നെ. എത്ര പിന്നെ ഈ വർഷത്തെ മെയ്സ് അടിപൊളിയായിരുന്നു, നല്ല രീതിക്ക് നടന്നു പറയുന്നു. അതിൻ്റെയാണ് നമ്മുടെ ഈ സക്സസ് മീറ്റ്. എഡിറ്റിങ്ങിലെ കഷ്ടപ്പാടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒബിയസ്ലി അറിയാലോ, പാടായിരുന്നു. അതായത് ഒബിയസ്ലി ഇറ്റ്സ് എ ഇംഗ്ലീഷ് ബാഡ്. ഓക്കെ, അപ്പം ഇതൊക്കെ വരുന്നല്ലോ, ക്യാമറയിൽ വരുമല്ലോ. ക്യാമറ വരും. സോറി ബ്ലോഗിൽ വരുമല്ലോ. ഇല്ല, അടിപൊളിയായിരുന്നു. അവിടെ തിരിച്ച് ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുന്ന് കോഴിക്കോട്? ഇത്തവണത്തെ മെയ്സിന്റെ കോഴിക്കോട് വരെയുള്ള യാത്ര ശരിക്കും പറഞ്ഞാൽ വലിയ പാടൊന്നുമില്ലായിരുന്നു. എനിക്ക് മൈക്കുണ്ട്, ഞാൻ പറഞ്ഞോളാം. വലിയ പാടൊന്നുമില്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാനായിട്ട് രാഹുൽ വണ്ടി ഓടിച്ച് കുറേ ദൂരം. രാഹുൽ ഒരുപാട് ദൂരം വണ്ടി ഓടിച്ച്, അതുകൊണ്ട് ഞാൻ കുറേ നേരമൊക്കെ ഞങ്ങൾ ഉറക്കുമായിരുന്നു ഫുൾ ടൈം. അപ്പോൾ പണിയൊന്നും ഇല്ലായിരുന്നു, പണി കുറവായിരുന്നു. അതിപ്പം ഇവിടെ MOT മൈക്കുണ്ട്. MOT വെച്ചുള്ള പരിപാടിക്കാണെങ്കിലും എനിക്ക് അജീഷൊന്നും വലിയ പണിയില്ലായിരുന്നു. ഞാൻ കണ്ടായിരുന്നു, നമ്മളെ വീഡിയോ ഉണ്ടായിരുന്നു. പണിയില്ല, മുകളിൽ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, കളക്ഷൻ എടുപ്പ്. ഹിന്ദു ചേച്ചി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മെയ്സിനില്ലായിരുന്നു, ഉണ്ടായിരുന്നു. ഇത്തവണത്തെ മെയ്സിനില്ലായിരുന്നു. എന്നാലും മെയ്സിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ചേച്ചി? ആദ്യത്തെ ദിവസം ഇനാഗ്രേഷന്റെ ദിവസം ഞാൻ ഉണ്ടായിരുന്നു. എന്നെ കണ്ടോ? നന്നായിരുന്നു. എന്നെ കണ്ടോ? റോസ് ചട്ടക്ക് അല്ല, ഒരു വൃത്തിയായിട്ട് പാൻ്റൊക്കെ ഇട്ട് 5 രൂപ. ഇതാണ് മെയ്സിന്റെ. ഇങ്ങോട്ട് നീ എവിടെ വീഡിയോ എടുക്കുന്നത്? പട്ടി
ബേബി മെയ്സിന്റെ ഓൾ ഇൻ ഓൾ അഞ്ജു ആണ്. അഞ്ജുവിന് മെയ്സിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? മെയ്സിന്റെ സമയത്ത് മൊത്തം ടെൻഷൻ അടിച്ച് നടന്ന ഒരാളാണ് അഞ്ജു. വാക്കുകൾക്ക് അതീതമാണ് മെയ്സ്, ഒന്നും പറയാനില്ല. അതിൻ്റെ ഒരു എഫക്റ്റിൽ നിന്ന് ഞാൻ പുറത്ത് വരുന്നതേ ഉള്ളൂ. എൻ്റെ ആരോഗ്യം എനിക്ക് അവിടെ നിന്ന് നഷ്ടമായതാണ്, ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. ബാക്കി മെയ്സിൻ്റെ സക്സസ് പാർട്ടിക്ക് പറയാം. നമ്മുടെ സിവിലിയൻസിനെ ഇന്റർനാഷണലി വേറൊരു തലത്തിൽ എത്തിച്ച ഒരു ക്വിസ് കോമ്പറ്റീഷൻ മെയ്സ് എന്ന് പറയുന്നത്. അതെ, ഒരു വളരെ സക്സസ്ഫുൾ ഇവന്റ് ആയിരുന്നു നമ്മുടെ മെയ് 7.0. ഒരുപാട് പേര് അതിൻ്റെ പോസ്റ്റേഴ്സും വീഡിയോസൊക്കെ കണ്ടിട്ട് എന്നോട് സിവിലിയൻസിനെ പറ്റി അന്വേഷിച്ചു. നമ്മുടെ സിവിലിയൻസിൻ്റെ ഗ്രോത്തിൻ്റെ ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്ന മെയ്സ് ആണ്. ആ മെയ്സ് 7.0 എഡിഷൻ വരെ നമ്മൾ എത്തി നിൽക്കാൻ, ഇനി അങ്ങോട്ട് ഒരുപാട് എഡിഷൻസ് വരുന്നതായിരിക്കും. നമ്മളിവിടെ അതിൻ്റെ സക്സസ് പാർട്ടി ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ക്ലാസിക് സരോവർ പോർട്ടിക്കോ, ക്ലാസിക് സരോവർ പോർട്ടിക്കോ എന്തോ അതൊക്കെ തന്നെ. സിവിലിയൻസിന്റെ പ്രോഗ്രാം തേർഡ് ഫ്ലോർ. അപ്പോൾ തേർഡ് ഫ്ലോറിലാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. ചേട്ടാ ഇത് കുടിച്ചാൽ ഫുഡ് കുറച്ച് കഴിക്കാൻ പറ്റും. അത് ഇവരുടെ ട്രിക്കാണ് വെച്ചോ. അതെല്ലാം ഒരിക്കലും നമ്മൾ വീഴരുത്. സീരിയസ്ലി ഐശ്വര്യമായിട്ട് ഓ നശിച്ച് ഇന്നത്തെ ദിവസം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മെയ്സിന്റെ സക്സസ് പാർട്ടി നടക്കുന്നത്. നമ്മുടെ ഞാൻ എന്തായാലും കഴിക്കും, കല്ല് കുടിക്കാനും ഞാൻ കഴിക്കും. വെള്ളം കുടിച്ചു. വെള്ളം വീഡിയോ എടുക്കണം. നമുക്ക് അവിടെ ഇരിക്കണം. അവൻ്റെ ഇത് കണ്ട DJ അസീമിന് ആഷിന്റെ വ്ളോഗ് നമ്മുടെ സിവിലിയൻസിനെ കൂട്ട് വലിയ സെറ്റപ്പ് ഒന്നും അല്ല. നമ്മുടെ ഓണത്തിന് ഇതിനും വലിയ സെറ്റപ്പ് ആയിരുന്നല്ലേ. പിന്നെ അത് അസീമാണ് സെറ്റാക്കിയത്. DJ അസീം ചെയ്യണമെന്നൊക്കെ പണി കിട്ടും. പോയി കഴിഞ്ഞാൽ പരസ്യം കാണാൻ പരസ്യം ഞാൻ യൂട്യൂബിൽ പരസ്യം ഇടണം. ഇനിയും കുറേ പേര് വരാനുണ്ടോ? എന്നിട്ട് നമ്മൾ കാര്യമായിട്ടുള്ള പരിപാടിയിലോട്ട് പോകും. ഓ ഇങ്ങനെയല്ലേ നമ്മുടെ പയ്യന്മാർ വന്നേക്കാണ്. മൈക്കരോ വാ വാ അജീഷോ, എന്താണ് പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? ലേറ്റ് കമ്മേഴ്സ്. വളരെ നല്ല പരിപാടി. അജീഷ് പറ. മെയ്സിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാം. അതൊന്നും വേണ്ട. അത് തേച്ച് മയക്കൊക്കെ അല്ലേ, സൗണ്ട് പിടിക്കണല്ലേ? നല്ല ഓണമൊന്നും ഇതൊക്കെ അറിയില്ലേ? ഇതൊക്കെ കട്ട് ചെയ്യില്ല. വളരെ കഠിന അധ്വാനത്തിന്റെ പ്രയത്നമായി നമ്മുടെ മെയ്സ് സക്സസ്ഫുൾ ആയിട്ട് നമ്മളിവിടെ നടത്താൻ പോകുന്നത്. രാഹുൽ ചേട്ടൻ കോർഡിനേറ്റ് ചെയ്ത ഈ പാർട്ടി നമ്മൾ നടിച്ചു കൊടുക്കും. ചുമ്മാ തിരിക്കിട്ട് ഇവിടെ വെച്ചാണ് സംസാരിച്ചേ. അനന്തുവാ രാഹുലേ വാ. നമ്മുടെ മെയ്സ് 7.0 അല്ലേ? നമ്മുടെ മെയ് 7.0 കുറിച്ച് നമ്മുടെ മെയ് 7.0 കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനായിരുന്നു വീഡിയോഗ്രാഫർ. കൊള്ളായിരുന്നു. ഇത്തിരി മോശം പറയാൻ പാടും. പറ, എന്ത് വേണം പറയാം. ഫുഡിന്റെ കേസിൽ ഇത്തിരി നമ്മളൊന്ന് സാക്രിഫൈസ് ചെയ്താലും ബാക്കി എല്ലാ പരിപാടികളും അത് നമ്മൾ ഇന്നിവിടെ നമ്മളത് സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ വിചാരിക്കണം. ഓക്കെ, എനിക്കും രാഹുൽ കുറച്ച് ഹെൽപ്പായിരുന്നു വണ്ടി ഓടിക്കണേറ്റ്. ഞാൻ കുറെ മേസിന് പോയാല് ഇത്തവണത്തെ മേസിനാണ് അധികം വണ്ടി ഓടിക്കാതെ. എനിക്ക് അഭിപ്രായം പറയാനുണ്ട്. ചെയ്ത് വിളിക്കാം ഇടയ്ക്കിടയ്ക്ക്. അടയാൻ പറ. അടയാ മെയ്സിനെ കുറിച്ച് എന്താ പറയുക? നിന്റെ ആദ്യത്തെ മെയ്സ് അല്ലേ ഇത്? രണ്ടാമത്തെ മെയ്സ്. ആദ്യത്തേതും അവസാനത്തേതും നിന്റെ മെയ്സിനെ കുറിച്ച്, നമ്മുടെ മെയ്സിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? മെയ്സ് എനിക്ക് ആദ്യം വന്നപ്പോൾ ഈ പ്രോഗ്രാം ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. മെയ്സിന്റെ വാക്കിന്റെ അർത്ഥം പോലും അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ ഈ മെയ്സ് ആയപ്പോഴാണ് ഞാൻ എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. മെയ്സ് എന്ന് വെച്ചാൽ മറ്റേ സാധനം നമ്മൾ ഒരു സാധനത്തിൽ കടത്തി വിട്ട് കഴിഞ്ഞാൽ മറ്റേ ഇറങ്ങുന്നത് മോട്ട് പോയത് ആ സാധനമാണ് മെയ്സ്. ആ ഒരു സാധനമില്ല, അതാണ് മെയ്സ്. അതിന്റെ അർത്ഥം പോലും എനിക്കറിയാം. എന്തുകൊണ്ടാണ് മെയ്സ് എന്ന് പേരിട്ടത്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ എനിക്ക് പിടികിട്ടി. ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് കുറേ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റി, കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി, ആസ്വദിക്കാൻ പറ്റി. എമോജിയിലെ പരിപാടി ഉഗ്രം പരിപാടിയായിരുന്നു. ആസ്വദിക്കുന്ന ജീവിതം ആസ്വദിക്കുന്ന എല്ലാവരും ചുണ്ണാമ്പ് തിന്നുക.
അതാണ് എന്റെ മോട്ടോ. വാ വാ വാ. ജിഷ്ണു ഇങ്ങനെ ആര് പറഞ്ഞു ഇവിടെ ഇരിക്കേ? വാ തുറക്കില്ലേ? എന്താ നിന്നെ പേടിപ്പിച്ച് പെട്ടെന്ന് വാ വാ. ഉളുപ്പുണ്ടോ നിനക്ക്? ഇനി വീഡിയോ വരാൻ താല്പര്യം. വിജയൻ ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഞാൻ എന്തൊരു പറയാ, എന്തെങ്കിലും രണ്ട് വാക്ക്. നമ്മളെ സിവിലിയൻസിനെ കുറിച്ചാ? അല്ല, നമ്മൾ അന്ന് ഈ മേസ് എന്ന് പറയുന്ന പരിപാടിക്ക് പോയില്ലേ, അതിനെ കുറിച്ച്. വന്നില്ലല്ലോ ചേച്ചി വന്നില്ല. എന്തായാലും നമ്മൾ അവിടുത്തെ തിരക്കിട്ട കോടനായി ചേച്ചി കണ്ടു കാണുമല്ലോ. അതിന്റെ ഫംഗ്ഷനാണ് നമ്മൾ ഇവിടെ നടത്താൻ പോണത്. നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. വന്നില്ലെങ്കിലും പറയാം. ഇങ്ങനെ അടുത്തൊരിക്കൽ ചോദിച്ചു മതി ചേച്ചി. ഇതെന്താ ഇതിവിടെ ഇരുന്നാണോ? ഓ വാ, വേറെ സംഭവം കാണിച്ചു തരാം. ഓരോ വർഷത്തെ നമ്മൾ ഓരോ ഗംഭീരമായിട്ട് നടത്തുന്നു. ഓരോ വർഷവും നമ്മൾ വളരെ വളരെ മികച്ചതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഏറ്റവും നല്ല ഫലവത്തായിട്ട് വരുന്നുണ്ട്. അടുത്ത വർഷം നമ്മൾ ഇതിനൊക്കെ നന്നായിട്ട് നടത്തും. ഇതിലും വളരെ ഭംഗിയായിട്ടായിരിക്കും. പക്ഷെ നിങ്ങളെയൊക്കെ മിസ് ചെയ്തു, ശോഭ ചേച്ചി, എന്ത് ചേച്ചിയൊക്കെ അല്ലേ ചെയ്തു. വെള്ളമാണ്. അടുത്ത് വാ. അടുത്തിവിടെ ടിഷ്യൂ ഒരുക്കിയിട്ടുണ്ട്. ഇനി വാ. പോർട്ട്ഫോളിയോ ഉണ്ട്. ജിസിനെയാണ് നിങ്ങൾ കാണുന്നത്. പറഞ്ഞോ. മെയ്സിനെ കുറിച്ച് ഒരു രണ്ട് വാക്ക്. മെയ്സ് അടിപൊളിയായിരുന്നു. ആണോ? അത് നിങ്ങളങ്ങ് പറഞ്ഞാൽ മതിയോ? മെയ്സ് സെറ്റായിരുന്നു. മെയ്സ് ഒരു ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. സെറ്റായിരുന്നു. അവിടെ എവിടെയെങ്കിലും പോയിരിക്കണം. അടുത്ത് സ്നേഹയ്ക്ക് എന്താ മെയ്സിനെ കുറിച്ച് പറയാനുള്ളത്? അടിപൊളിയായിരുന്നു. മെയ്സിന് വേണ്ടിയിട്ട് എടുത്ത എഫോർട്ടൊക്കെ നല്ലതായിരുന്നു. ആണോ? എന്തൊക്കെയായിരുന്നു ചെയ്തത്? നമ്മൾ കോള് വിളിച്ചു, കോളേജസിലെ പിള്ളേരെ കോണ്ടാക്ട് ചെയ്തു, പിന്നെ നമ്മൾ ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്തു, ഇവന്റ് കണ്ടക്ട് ചെയ്തു. എല്ലാം നമ്മൾ സക്സസ് ആയിട്ട് നടത്തിയിരിക്കുന്നു. വീഡിയോ എടുക്കായിരുന്നല്ലേ? ഇവൻ എവിടെയും പൂട്ടിയിടാൻ പറ്റുമോ? ഇവൻ എവിടെയും പൂട്ടിയിടാൻ പറ്റുമോ? ഹലോ 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 ഹലോ. അവതരിപ്പിക്കുന്ന DJ ഷോ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. DJ ജിഷ്ണു, എന്താണ് പറയാനുള്ളത്? ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ? DJ എന്ന് പറഞ്ഞാൽ അത് ഒരാള്, അസീം. DJ അസീം. ജിഷ്ണു എന്നെ റീപ്ലേസ് ചെയ്യാൻ പറ്റൂല. ഇതെന്ന് പറയണത് എനിക്കും DJ ആവണം. പോപ്പിൻസ് പല പല കളറുള്ള ഇതാണല്ലേ? ഇത് പച്ച, ഇത് പച്ച, ഇത് നീല, ഇത് നീല, ഇത് മഞ്ഞ. ഇതെന്തിനാന്നറിയാം? അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് നീക്കുക. അപ്പോഴത്തേക്ക് ഇത് റേസിന് പോകാൻ നിൽക്കുന്ന കാറുകള്. കാറെന്ന് പറഞ്ഞപ്പോ വന്നു. ഇത് ഫസ്റ്റ് പോകുന്നു. ഇത് റെഡ് ബുള്ളിന്റെ. അല്ല, ഇത് ഡുക്കാട്ടി. ഇത് ലെനോവോ VT. ഇത് ഹോണ്ട AP. ഇത് സാധാ. ഇത് പൾസർ അല്ല. പൾസർ ഇവിടെ ഇല്ല. പൾസർ ഇവിടെ ഇല്ല. വണ്ടിയല്ലത്. അവന്മാര് വന്നിപ്പോ തല അടിയുന്നു. സ്റ്റാർട്ട് ആവില്ലല്ലോ. ഹലോ ഹലോ ചെക്ക് ചെക്ക് ചെക്ക്. ഹലോ 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 ചെക്ക് ചെക്ക് ചെക്ക്. ഹലോ ഹലോ. മെയ്സ് എനിക്ക് മെയ്സ് സക്സസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. മെയ്സ് 7നെക്കാട്ടിലും മെയ്സ് 5.0 കിട്ടില്ലായിരുന്നു. 7 കുഴപ്പമില്ല, കൊള്ളാം. പക്ഷെ 5.0 99 അതിന്റെ അത്ര വരില്ല.
99 അപ്പൊ 93 വേറെ ലെവല്. 93 ഞാൻ ജനിച്ചതുള്ളൂ. 93 ഫ്യൂച്ചറിൽ 93. എല്ലാം അറിയാവുന്ന പോലെ അജീഷ് എന്തിനൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നിനക്ക് എന്താണ് എല്ലാം അറിയേണ്ടത്? പറയാനുള്ളതാണ് എനിക്കറിയേണ്ടത്. എന്തിനെ കുറിച്ചാണ്? മെയ്സിനെ കുറിച്ച് ഞാൻ പറയൂല. അതിലൂതല്ല മൈക്ക് ഓഫ് വൃത്തികെട്ടവനെ. മൈക്ക് ഓഫ്. ഹലോ, മൈക്കിന്റെ ആള് വരുമെന്ന് പറഞ്ഞു. ആള് വരും. ഇത് ഓണേടാ. ഞാൻ ഓണാക്കി. ധാരം ഓണാക്കിയ എല്ലാ മുട്ടായും ദൃശ്യിച്ചിട്ട് പറയും. മാരിക്കൂടിനുള്ളിൽ പാടും. ഇവിടെ സൗണ്ട് കുറവ്, കാത് പോകും. ഭയങ്കര സൗണ്ട് അല്ലേ? ഇങ്ങനെ സൗണ്ട്. ശ്രീതേടാ ക്യാമറ ഉണ്ടോ? അവിടെ നിന്ന് മൂവ് ചെയ്തോ. ശ്രീതേരൻ എന്താ പറയാനുള്ളത് നോക്കാം. പറ, എന്ത് പറയാനാണ് മെയ്സിനെ കുറിച്ച്? മെയ്സ് പൊളിയായിരുന്നു. അണൊന്നും ഇല്ലായിരുന്നെങ്കിൽ മെയ്സ് എന്തോന്ന് വെച്ചാൽ എനിക്കൊരു ഐഡിയ ഇല്ലാത്തത്. അത് ഓക്കെ. മെയ്സ് മെയ്സ് എന്ന് വെച്ചാൽ ഇവിടെ ആയിട്ട് എന്തോ കുറച്ചുകൂടെ 37 വയസ്സെന്ന് പറയുന്നത്. 37 വയസ്സ് എങ്ങനെയായിരിക്കും? 34. നിന്നല്ല. ചേച്ചിക്ക് എത്ര വയസ്സുണ്ട്? 33 34 ദൃശ്യം എന്തിനാ മുത്തേ? എനിക്ക് 32 വയസ്സുണ്ട്. സീരിയസ്ലി പ്രായത്തിലൊക്കെ എന്തായിരുന്നു? അത്രേ ഉള്ളൂ. നമ്മളൊക്കെ വൈബിന്റെ സെറ്റ് അല്ലേ? വൈബില്ല. 2 മൈക്ക് 6 വയസ്സ്. എന്താ എന്തോന്ന് എന്റെ പാട്ടാ? എന്റെ പാട്ടാണോ? അഞ്ജലി കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞേ മാനേജേഴ്സ് മീറ്റിംഗിന്റെ കാര്യം പറയണ്ട, പുതിയ കാര്യങ്ങൾ പറയാം. ചേച്ചിയുടെ സ്ക്രിപ്റ്റ് പൊളിച്ചിടിക്കും തുടക്കത്തിൽ. ഹായ് സാർ. അതെ, മെയ്സിനെ കുറിച്ച് 2 വാക്ക്. നല്ല ചുമയൊക്കെ ഉണ്ടല്ലോ. ഭയങ്കര ചുമ. എന്നാലും സാർ പിടിച്ചിട്ട് മെയ്സിനെ കുറിച്ച് 2-3 വാക്ക്. മാറില്ല. വയ്യാഞ്ഞിട്ടും നമ്മുടെ മെയ്സ് സക്സസ് ആയോ നമ്മൾ എന്തായാലും വരണ്ടേ. അതുകൊണ്ടാണ് എന്തായാലും വയ്യാഞ്ഞിട്ട് ഞാൻ വന്നത്. സാറ് വന്നതിന് ശേഷമുള്ള 2ാമത്തെ മെയ്സ് അല്ലേ? ഞാൻ വന്ന ശേഷം 2ാമത്തെ മെയ്സ്. ചുമയൊക്കെ ഉണ്ട്. പാട്ട് പാടുന്നു. തീരെ വയ്യ. നമുക്ക് നോക്കാം, കുറച്ച് കേട്ടെ, ഒന്ന് ഉഷാറാവട്ടെ എല്ലാവരും. ഓക്കെ, ഓക്കെ, ഞാൻ വരാം.